സംസ്ഥാനത്ത് വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് അനധികൃതമായി വർദ്ധിപ്പിച്ച സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാടിനെതിരെ എസ്എഫ്ഐ. വിദ്യാർത്ഥികളിൽ നിന്ന് തോന്നിയതുപോലെ ചാർജ് ഈടാക്കുന്ന ബസ്സുകളെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സജീവ് മുന്നറിയിപ്പ് നൽകി. RSS പശ്ചാത്തലമുള്ള R ശശികുമാറിനെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നിയമിച്ചതിലും VC-മാരുടെ RSS അനുകൂല നിലപാടുകൾക്കെതിരെയും ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനധികൃതമായി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥി സമൂഹം. 1 രൂപയ്ക്ക് പകരം 3 രൂപയാണ് പലയിടങ്ങളിലും വിദ്യാർത്ഥികളിൽ നിന്ന് ബസ് ഉടമകൾ നിർബന്ധമായും വാങ്ങുന്നത്. വിദ്യാർത്ഥി സംഘടനകളോടോ സർക്കാരിനോടോ യാതൊരു ആലോചനയുമില്ലാതെയാണ് ഈ ചൂഷണം. പ്രിയദർശിനി മൂലമുണ്ടായ നഷ്ടം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ബസ് ഉടമകൾ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ KSRTC-യിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് SFI ആവശ്യപ്പെടുന്നു. തോന്നിയതുപോലെ പണമീടാക്കുന്ന പ്രൈവറ്റ് ബസ്സുകളെ ഇനി നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. വയനാടുണ്ടായ വർധനവും വ്യത്യസ്ത ജില്ലകളിൽ സ്വയം തീരുമാനിച്ച് നടപ്പിലാക്കുന്ന വർധനവുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിൽ ആ ബസ്സുകൾ തടയാനും ആ ബസ്സുകളെ നിരത്തിൽ ഓടാനും SFI അനുവദിക്കുന്നതായിരിക്കില്ല. കൂടുതൽ പ്രക്ഷുബ്ധമായ സമരങ്ങളിലേക്ക് കേരളത്തിന്റെ തെരുവോരങ്ങൾ മാറേണ്ടതില്ല. RSSന് വേണ്ടി നിരന്തരം പണിയെടുത്ത R ശശികുമാറിനെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച സർക്കാർ ഉത്തരവിനെതിരെ ശക്തമായ വിമർശനമാണ് PS സഞ്ജീവ് ഉയർത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മൗനം പാലിക്കുകയാണെന്നും MG സർവകലാശാല VC ഡോക്ടർ മാവൂത്ത RSS നയങ്ങളാണ് താൻ നടപ്പിലാക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വിദ്യാർത്ഥികളോട് യുദ്ധത്തിന് വരികയാണെന്നും ആരോപിച്ചു. മറുവശത്ത് കേരള സർവകലാശാലയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും VC മോഹനൻ കുന്നുമേൽ അനുവദിക്കുന്നില്ല. VCയുടെ ഈ നടപടി ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് SFI തുറന്നടിച്ചു. കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസം എത്രയും യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ ഞങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിടുന്നില്ല. സത്യപ്രതിജ്ഞ ചെയ്യാൻ വിടുന്നില്ല ഡോക്ടർ മോഹൻ കുന്നുമേൽ. ഇതിനെ നമ്മൾ ഫാസിസം എന്നൊക്കെ വലിയ പേരിൽ വിളിക്കാം. ശുദ്ധ തെമ്മാടിത്തരാണ് അയാൾ കാണിക്കുന്നത്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? 100 കണക്കിന് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ജയിച്ചാൽ പോരാ, നിങ്ങൾ ഇയാളോട് വീണ്ടും യുദ്ധം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് മാത്രമാണെന്നും സർവകലാശാലകളെ RSSന് പണയപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും SFI വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.